എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എക്സ്ചേഞ്ച് സോർട്ട് അല്ലെങ്കിൽ ബബിൾ സോർട്ട്. അപ്പോൾ സോർട്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലേ. അതായത് എലമെന്റ്സിനെ ഒരു സ്പെസിഫിക് ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണെന്ത് സോർട്ടിങ്. സോ നമുക്ക് ബബിൾ സോർട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സോർട്ട് എന്താണെന്ന് നോക്കാം. ബബിൾ സോർട്ട് ഈസ് എ സിമ്പിൾ സോർട്ടിംഗ് അൽഗോരിതം. വളരെ സിമ്പിളായ ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണെന്ത് ബബിൾ സോർട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സോർട്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പേര് ബബിൾ സോർട്ട് ആണ്. എക്സാമിന് എക്സ്ചേഞ്ച് സോർട്ട് എന്ന് ചോദിച്ചാലും എഴുതണം. സോ എക്സ്ചേഞ്ച് സോർട്ട് എന്ന് പറഞ്ഞാലും ബബിൾ സോർട്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ദിസ് സോർട്ടിംഗ് അൽഗോരിതം ഈസ് കമ്പാരിസൺ ബേസ്ഡ് അൽഗോരിതം ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് adjacent elements is compared and the elements are swapped if they are not in order. ഇതൊരു കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അൽഗോരിതം ആണ്. എക്സ്ചേഞ്ച് സോർട്ട് അല്ലെങ്കിൽ ബബിൾ സോർട്ട് എന്താണ്? ഒരു കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ അഡ്ജസന്റ് എലമെന്റിന്റെ പെയർ എടുക്കും, അവ തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. എന്നിട്ട് അവ ഓർഡറിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യാണ് ചെയ്യാം. സോ അഡ്ജസന്റ് എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. അഡ്ജസന്റ് എലമെന്റ്സിനെ കമ്പയർ ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെറിയ എലമെന്റും റൈറ്റ് ഹാൻഡ് സൈഡിൽ വലിയ എലമെന്റും വരുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യാണ് ചെയ്യുക. ദിസ് അൽഗോരിതം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡാറ്റ സെറ്റ്. സോ ഒരു ലാർജ് ഡാറ്റ സെറ്റിന് ഈ അൽഗോരിതം സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്? ഇതിന്റെ ആവറേജ് കേസ് ആണെങ്കിലും വേസ്റ്റ് കേസ് ആണെങ്കിലും അതിന്റെ കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് കേസ് ആണല്ലോ, കാരണം ഫസ്റ്റത്തെ പാസ് കിട്ടുകയാണെങ്കിൽ എന്താണ്? അത് ബെസ്റ്റ് കേസ് ആണ്. അല്ലെങ്കിൽ എന്താണ്? അതിന്റെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. ഇനി നമുക്ക് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നോക്കാം. ബിഗിൻ ബബിൾ സോർട്ട് ഓഫ് ലിസ്റ്റ് ഫോർ ഓൾ എലമെന്റ്സ് ഓഫ് ലിസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ലിസ്റ്റിലെ എല്ലാ എലമെന്റ്സിനെയും ട്രാവേഴ്സ് ചെയ്യാണ്. ഇഫ് ലിസ്റ്റ് ഓഫ് i ഗ്രേറ്റർ ദാൻ ലിസ്റ്റ് ഓഫ് i പ്ലസ് 1. ഇപ്പൊ ലിസ്റ്റ് ഓഫ് i എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എലമെന്റ് ആണെന്ത്? ലിസ്റ്റ് ഓഫ് i അല്ലേ. ദെൻ ലിസ്റ്റ് ഓഫ് i പ്ലസ് 1 എന്നതാണ് തൊട്ടടുത്ത എലമെന്റ് ആണ് അല്ലേ. അപ്പൊ ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റിനേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. സ്വാപ്പ് ലിസ്റ്റ് ഓഫ് i പ്ലസ് 1. ദെൻ ഈ ഈഫിന്റെ എൻഡ് ഈഫ് ആണ്. ദെൻ ഫോറിന്റെ n4 ആണ്. ദെൻ എങ്ങോട്ടേക്കാണ് കോൾ ചെയ്ത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ലിസ്റ്റ് റിട്ടേൺ ചെയ്യും. ദെൻ ബബിൾ സോർട്ടിന്റെ എൻഡിലെ. അപ്പൊ നമ്മൾ ഇതിപ്പോ ഒരു അറേ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ആണെങ്കിൽ അല്ലേ, അപ്പം ആദ്യത്തെ ആണെന്ത്? ലിസ്റ്റ് ഓഫ് i അല്ലേ. ഇതാണ് ലിസ്റ്റ് ഓഫ് i, ഇതാണെന്ത്? ലിസ്റ്റ് ഓഫ് i പ്ലസ് 1. അപ്പൊ ഇതിൽ പറയുന്നത് ഇപ്പൊ ആദ്യത്തെ എലമെന്റ് ഇപ്പം 8ഉം രണ്ടാമത്തെ എലമെന്റ് 2 ആണെന്ന് വിചാരിക്കുക. അപ്പം ലിസ്റ്റ് ഓഫ് i പ്ലസ് 1 ഗ്രേറ്റർ ആണെങ്കിൽ അല്ലേ, അതായത് ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്താ പറഞ്ഞത്? സ്വാപ്പ് ചെയ്യണം എന്നാണ് അല്ലേ. അതായത് സ്വാപ്പ് ചെയ്യാൻ എന്താണ്? നമ്മളുടെ ഈ ഒരു 2 ആദ്യത്തെ പൊസിഷനിലേക്കും 8 രണ്ടാമത്തെ പൊസിഷനിലേക്കും വരും. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു കേസിൽ നമ്മൾ 3 പാസ് വെച്ച് ചെയ്തിട്ടാണെന്ത് നമുക്കൊരു സോർട്ടഡ് അറേ അല്ലെങ്കിൽ ലിസ്റ്റ് കിട്ടുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാസിൽ എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ്? അഡ്ജസന്റ് എലമെന്റിനെ കമ്പയർ ചെയ്യും അല്ലേ. അപ്പൊ അഡ്ജസന്റ് എലമെന്റ് ഏതാണ്? 7ഉം 6ഉം ആണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ, അതെന്താണ്? നമ്മുടെ ഫസ്റ്റത്തെ എലമെന്റ് എന്താണ്? രണ്ടാമത്തെ എലമെന്റിനേക്കാളും എന്താണ്? വലുതാണ്. 7 ആണെന്ത്? 6നേക്കാളും വലുത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? സ്വാപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ സ്വാപ്പ് ചെയ്യാണല്ലേ. അപ്പൊ 6 7 എന്ന് പറഞ്ഞത് സ്വാപ്പ് ചെയ്ത് കിട്ടി. ദെൻ അടുത്ത അഡ്ജസ്റ്റന്റ് എലമെന്റ് ഏതൊക്കെയാണ്? അത് 7ഉം 4ഉം ആണ് അല്ലേ. അപ്പൊ 7ഉം 4ഉം നോക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് എലമെന്റ് രണ്ടാമത്തേക്കാൾ എന്താണ്? വലുതാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം അല്ലേ. അപ്പൊ സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 7 എന്ന് കിട്ടി. ദെൻ അടുത്ത അഡ്ജസ്റ്റന്റ് എലമെന്റ് ഏതൊക്കെയാണ്? 7ഉം 3ഉം ആണ് അല്ലേ. ഇവിടെയും എങ്ങനെയാണ്? ഫസ്റ്റിലെ എലമെന്റ് സെക്കൻഡിലേക്കാളും എന്താണ്? വലുതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അത് സ്വാപ്പ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്ത്? 6 4 3 7 എന്നാണ് നമുക്ക് കിട്ടി. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ പാസിലെ ആദ്യത്തെ ഐട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ദെൻ സെക്കൻഡ് പാസ് നോക്കുകയാണ്. സെക്കൻഡ് പാസ് അല്ലേ, ആദ്യത്തെ 2 അഡ്ജസന്റ് എലമെന്റിനെ കമ്പയർ ചെയ്യും. 6ഉം 4ഉം ആണ് അല്ലേ. അപ്പൊ ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തേക്കാളും വലുതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. സോ നമ്മൾ സ്വാപ്പ് ചെയ്തപ്പോൾ 4 6 എന്ന് കിട്ടി. രണ്ടാമത് 6ഉം 3ഉം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 6 വലുതാണ്ട് എന്ത് ചെയ്യും? വീണ്ടും സ്വാപ്പ് ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് 3 6 എന്ന് കിട്ടും. ദെൻ 6ഉം 7ഉം നോക്കുമ്പോൾ 6 ചെറുതാണ് 7 വലുതാണ്, അപ്പോൾ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ഐട്രേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പാസ് നോക്കാം. നെക്സ്റ്റ് പാസിൽ ആദ്യത്തെ 2 അഡ്ജസ്റ്റന്റ് എലമെന്റ് ഏതൊക്കെയാണ്? 4ഉം
3 ആണ് അല്ലേ. സോ ഫസ്റ്റത്തെ എലമെന്റ് വലുതാണ്, സെക്കൻഡ് ചെറുതാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ സ്വാപ്പ് ചെയ്യണം. അപ്പൊ സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 4 എന്ന് കിട്ടും. ദെൻ 4ഉം 6ഉം നോക്കുമ്പോൾ എന്താണ്, അത് ഓക്കെ ആണ് അല്ലേ. 6ഉം 7ഉം നോക്കുമ്പോൾ എന്താണ്, അത് ഓക്കെ ആണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്ചേഞ്ച് സോർട്ട് അല്ലെങ്കിൽ ബബിൾ സോർട്ട് ചെയ്യുക. സോ അഡ്ജസന്റ് എലമെന്റ്സിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ഒരു അൽഗോരിതത്തെ എക്സ്ചേഞ്ച് സോർട്ട് എന്നും കൂടെ വിളിക്കുന്നത്.